PSC അറിവിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഗ്രൂപ്പിലെ 3ാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ PSC ബുള്ളറ്റിൻ 3200 GKയിൽ 3ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 200ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് പഠിച്ചു നിർത്തിയത്. ക്വസ്റ്റ്യൻ ഇതാണ്: 2016 കോമൺവെൽത്തിൽ നിന്ന് പുറത്തു പോവുകയും 2020 വീണ്ടും അംഗമാവുകയും ചെയ്ത രാജ്യം ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഏതാ? 2016 കോമൺവെൽത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു, 2020 വീണ്ടും അംഗവുമായി. ആരാത്? അത് മാലിദ്വീപാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒഡീഷയിൽ വേൾഡ് സ്കിൽ സെൻറ്റർ സ്ഥാപിക്കുന്നതിന് സഹായം നൽകുന്ന സ്ഥാപനം ഏതാണ്? ഒഡീഷയിൽ വേൾഡ് സ്കിൽ സെൻറ്റർ സ്ഥാപിക്കുന്നതിന് സഹായം നൽകുന്ന സ്ഥാപനം ഏതാണ്? ADB ആണ്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഒഡീഷയിൽ വേൾഡ് സ്കിൽ സെൻറ്റർ സ്ഥാപിക്കുന്നതിന് സഹായം നൽകുന്ന സ്ഥാപനം ഏതാ? ADB, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. 2021 സെപ്റ്റംബറിൽ DRDO പരീക്ഷിച്ച മധ്യദൂര മിസൈലായ ആകാശിൻ്റെ പുതിയ പതിപ്പ് ഏതാണ്? 2021 സെപ്റ്റംബറിൽ DRDO പരീക്ഷിച്ച മധ്യദൂര മിസൈലായ ആകാശിൻ്റെ പുതിയ പതിപ്പ് ഏതാണ്? ഏതാ? ആകാശ് പ്രൈം ആണ്. ആകാശ് പ്രൈം. സിവിൽ സർവീസിൻ്റെ സമഗ്ര പരിശീലനത്തിനും കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സിവിൽ സർവീസിൻ്റെ സമഗ്ര പരിശീലനത്തിനും കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? അറിയാവുന്നവർ പറഞ്ഞേ. മിഷൻ കർമ്മയോഗിയാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം ഞാൻ. സിവിൽ സർവീസിൻ്റെ സമഗ്ര പരിശീലനത്തിനും കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണെന്ത്? മിഷൻ കർമ്മയോഗി. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ക്യാപ്ചർ പ്ലാന്റ് സ്ഥാപിച്ച കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ക്യാപ്ചർ പ്ലാന്റ് സ്ഥാപിച്ച കമ്പനി ഏതാണ്? ടാറ്റ സ്റ്റീലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ക്യാപ്ചർ പ്ലാന്റ് സ്ഥാപിച്ച കമ്പനി ടാറ്റ സ്റ്റീലാണ്. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 40% സംവരണം. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് എത്ര ശതമാനം സംവരണമാണ്? 40% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. നിലവിൽ സംവരണം 30% അത് 40 ആക്കി കേട്ടോ. നിലവിൽ സംവരണം 30 അതിനെ എത്ര ആക്കി? 40 ആക്കി. ഇപ്പോൾ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 40% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുക്തി ജോദ്ധ സ്കോളർഷിപ്പ് സ്കീം ഏത് രാജ്യത്തെ വിദ്യാർത്ഥികൾക്കുള്ളതാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുക്തി ജോദ്ധ സ്കോളർഷിപ്പ് സ്കീം, മുക്തിവാഹിനി എന്നുള്ളത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടൊരു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഘടനയാണ്? മുക്തിവാഹിനി നമുക്കറിയാം, ബംഗ്ലാദേശ് അല്ലേ? ബംഗ്ലാദേശ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ്, ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഞാനൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണെന്ത്? ഒരു സ്കീമാണ് മുക്തി ജോദ്ധ. മുക്തി ജോദ്ധ സ്കോളർഷിപ്പ് സ്കീം ഏത് രാജ്യത്തെ വിദ്യാർത്ഥികൾക്കുള്ളതാണ്? ഏത് രാജ്യത്തെയാ? ബംഗ്ലാദേശാണ് കേട്ടോ. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചൊരു സംഘടനയാണ് മുക്തിവാഹിനി. അപ്പോൾ അത് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മുക്തി ജോദ്ധ സ്കോളർഷിപ്പ്, ബംഗ്ലാദേശ്. ഇൻഡോ സൗത്ത് കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം? ഇൻഡോ സൗത്ത് കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഇൻഡോ സൗത്ത് കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്ത ഹൈക്കോടതി ഏതാണ്? അപ്പോൾ യൂട്യൂബിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്തു എന്ത്? കോടതി നടപടികൾ, ഹൈക്കോടതി നടപടികൾ കേട്ടോ. ഓക്കെ, കോടതി. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്ത ഹൈക്കോർട്ട് ഏതാ? ഗുജറാത്ത് ഹൈക്കോടതിയാണ്. ഗുജറാത്ത് ഹൈക്കോടതി. 17ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച വനിതകൾ എത്ര പേരാണ്? 17ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച വനിതകൾ എത്ര പേരാ? എത്ര വനിതകൾ വിജയിച്ചു?
എത്ര വനിതകൾ വിജയിച്ചു? 78 പേര് വിജയിച്ചു. 14%, ഏകദേശം 14% കേട്ടോ. 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വനിതകളുടെ എണ്ണം 78. സോളാർ പാനലിലൂടെ ദൈനംദിന ആവശ്യത്തിനുള്ള 100% ഊർജവും ലഭിക്കുന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. സോളാർ പാനലിലൂടെ ദൈനംദിനാവശ്യത്തിനുള്ള 100% ഊർജവും ലഭിക്കുന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാ? ചെന്നൈയാണ്. ചെന്നൈ. സോളാർ പാനലിലൂടെ ദൈനംദിനാവശ്യത്തിനുള്ള 100% ഊർജവും ലഭിക്കുന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ചെന്നൈ. മലയാള പരിഭാഷയ്ക്ക് ആദ്യമായി ഏകീകൃത ആംഗ്യഭാഷാ ലിപി രൂപകൽപ്പന ചെയ്തത്. മലയാള ഭാഷയ്ക്ക് ആദ്യമായി ഏകീകൃത ആംഗ്യഭാഷാ ലിപി രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ്. മലയാള ഭാഷയ്ക്ക് ആദ്യമായി ഏകീകൃത ലിപി ആംഗ്യഭാഷാ ലിപി രൂപീകരിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർക്കായുള്ള യുദ്ധസ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലം ഏതാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർക്കായുള്ള യുദ്ധസ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലമാണ് ആക്കുളമാണ്. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച കമല ഫാസിൻ ഏതു മേഖലയിലാണ് പ്രശസ്ത? 2021 സെപ്റ്റംബറിൽ അന്തരിച്ച കമല ഫാസിൻ എഴുത്തുകാരിയാണ് കേട്ടോ. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച കമല ഫാസിൻ എഴുത്തുകാരി. ഒളിമ്പിക് ദീപം തെളിയിക്കുന്ന ആദ്യത്തെ ടെന്നീസ് താരം ആരാണ്? ഒളിമ്പിക് ദീപം തെളിയിക്കുന്ന ആദ്യത്തെ ടെന്നീസ് താരം. ടോക്കിയോ ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ച ആരാണ്? നവോമി ഒസാക്കയാണ്. നവോമി ഒസാക്ക. ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് ആരാ? ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് ശ്രീനിവാസ ഗൗഡയാണ്. ശ്രീനിവാസ ഗൗഡ. മുതിർന്ന പൗരന്മാർക്ക് ഏതാവശ്യത്തിനും സഹായം തേടാനായി നിലവിൽ വന്ന ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? മുതിർന്ന പൗരന്മാർക്ക് ഏത് ആവശ്യത്തിനും സഹായം തേടാനായിട്ട് നിലവിൽ വന്നൊരു ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. പ്രായമുള്ളവർക്ക് സഹായം തേടാൻ വേണ്ടിയിട്ട്. എത്ര? 14,567 14,567 എന്ന് വിളിക്കുന്നതിലും ഇത് 1 കഴിഞ്ഞിട്ട് 4, 5, 6, 7 കേട്ടോ. 1 കഴിഞ്ഞിട്ട് തുടർച്ചയാണ് 4, 5, 6, 7. 1 കഴിഞ്ഞിട്ട് 4, 5, 6, 7 ഞെക്കിയാൽ മതിയേ. ഓക്കെ. 1, 4, 5, 6, 7 ഒരുമിച്ച് അടുത്തടുത്താണ്. പിന്നെ 1 കഴിഞ്ഞ് 4 ഓർത്താൽ മതി. ദേനാ ബാങ്ക് ഏത് പൊതുമേഖലാ ബാങ്കിലാണ് ലയിച്ചത്? ദേനാ ബാങ്ക് ഏത് പൊതുമേഖലാ ബാങ്കിലാണ് അത് ലയിച്ചത്? ബാങ്ക് ഓഫ് ബറോഡയിലാണ്. ദേനാ ബാങ്ക് ലയിച്ചത് എവിടെയാണ്? ബാങ്ക് ഓഫ് ബറോഡ. മൊഹാലി സ്റ്റേഡിയം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? മൊഹാലി സ്റ്റേഡിയം ആരുടെയാ? മൊഹാലി സ്റ്റേഡിയം ബൽബീർ സിംഗ് സീനിയറിൻ്റെ പേരിലാണ്. മൊഹാലി സ്റ്റേഡിയം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ബൽബീർ സിംഗ് സീനിയർ. കേരളത്തിൽ വിഷമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറി, പഴം എന്നിവയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഏതാ പദ്ധതി? കേരളത്തിലെ വിഷമുക്തവും പോഷക സമൃദ്ധവുമായ പഴം, പച്ചക്കറി എന്നിവയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ. എന്നതാണ്? അഗ്രി ന്യൂട്രി ഗാർഡൻ. വംഗബന്ധു ബാപ്പു മ്യൂസിയം ഏത് രാജ്യത്താണ്? വംഗബന്ധു ബാപ്പു മ്യൂസിയം ഏത് രാജ്യത്താണ്? ബംഗ്ലാദേശിലാണ്. വംഗബന്ധു ബാപ്പു മ്യൂസിയം ബംഗ്ലാദേശിലാണ്. കേരളത്തിലെ ആദ്യത്തെ COVID-19 റാപ്പിഡ് ടെസ്റ്റ് വെഹിക്കിൾ ആരംഭിച്ച ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ COVID-19 റാപ്പിഡ് ടെസ്റ്റ് വെഹിക്കിൾ ആരംഭിച്ച ജില്ല ഏതാ? പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയാണ്. മിഷൻ പൂർവോദയ പദ്ധതിയുടെ ഭാഗമായി
ഒഡീഷയെ സ്റ്റീൽ ഹബ്ബാക്കി മാറ്റാൻ സഹായിക്കുന്ന രാജ്യം? മിഷൻ പൂർവോദയ പദ്ധതിയുടെ ഭാഗമായി ഒഡീഷയെ സ്റ്റീൽ ഹബ്ബാക്കി മാറ്റാൻ സഹായിക്കുന്ന രാജ്യം എന്നതിൻ്റെ ഭാഗമായിട്ടാണ്? മിഷൻ പൂർവോദയ പദ്ധതിയുടെ ഭാഗമായി ഒഡീഷയെ സ്റ്റീൽ ഹബ്ബാക്കി മാറ്റാൻ സഹായിക്കുന്ന രാജ്യമാണ് ഏത് രാജ്യമാണ്? ജപ്പാനാണ്. ജപ്പാൻ. 2019 ലോക മിലിറ്ററി ഗെയിംസിന് വേദിയായ നഗരം? 2019 ലോക മിലിറ്ററി ഗെയിംസിന് വേദിയായ നഗരം ഏതാണ്? വുഹാനാണ്. വുഹാൻ. 2019 ലോക മിലിറ്ററി ഗെയിംസിന് വേദി വുഹാൻ. ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം ഏതാണ്? ആണവ ആയുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനുള്ള അന്താരാഷ്ട്ര ദിനമാണ് എന്നാ? സെപ്റ്റംബർ 26. ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനുള്ള അന്താരാഷ്ട്ര ദിനമാണ് സെപ്റ്റംബർ 26. മനുഷ്യാവകാശ ഏജൻസിയായ ഗ്ലോബൽ വിറ്റ്നസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം മനുഷ്യാവകാശ ഏജൻസിയായ ഗ്ലോബൽ വിറ്റ്നസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രവർത്തകർ കൊല്ലപ്പെടുന്നുണ്ട്. അത് എവിടെയാണ്? ഏത് രാജ്യത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രവർത്തകർ കൊല്ലപ്പെടുന്നുണ്ട്? അത് കൊളംബിയയിൽ. 2024 കോപ്പ അമേരിക്കയുടെ വേദി എവിടാണ്? ജയിൽ അടിയന്തരാവസ്ഥ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. 2021 ജയിൽ അടിയന്തരാവസ്ഥ ഏത് രാജ്യമാണ് നമ്മൾ ആദ്യത്തെ ഓഡിയോയിൽ പഠിച്ചേ? പറഞ്ഞേ. ഇക്വഡോർ അല്ലേ? ഇക്വഡോർ എന്ന് പഠിച്ചില്ലേ? അപ്പോൾ ഇത് നോക്കിയേ, 2024 കോപ്പ അമേരിക്കയുടെ വേദി ഏതാ? 2024 കോപ്പ അമേരിക്കയുടെ വേദി ഇക്വഡോറാണ്. 2024 ഓക്കെ, കോപ്പ അമേരിക്ക കേട്ടോ, ഇക്വഡോർ. എത്ര മൈക്രോൺ വരെയുള്ള പ്ലാസ്റ്റിക്കിനാണ് 2021 സെപ്റ്റംബർ 30 കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്? എത്ര മൈക്രോൺ വരെയുള്ള പ്ലാസ്റ്റിക്കിനാണ് 2021 സെപ്റ്റംബർ 30 കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്? 75 മൈക്രോൺ വരെയുള്ള പ്ലാസ്റ്റിക്കിന്. ഏതിൻ്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഏതിൻ്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഏതാ? ഇൻ്റർനെറ്റിൻ്റെ ലഭ്യതയാണ്. ഇൻ്റർനെറ്റ്. ഏത് രാജ്യത്താണ് അട്ടൻ എന്ന പുരാതന നഗരം കണ്ടെത്തിയത്? അട്ടൻ എന്ന പുരാതന നഗരം കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ഏത് രാജ്യത്താണ് അട്ടൻ എന്ന പുരാതന നഗരം കണ്ടെത്തിയത്? ഈജിപ്റ്റ്. അടൽ തുരങ്കത്തിന് മുകളിലൂടെ ഒഴുകുന്ന നദി ചന്ദ്രയാണ്. ചന്ദ്ര. അടുത്തിടെ ഭൗമസൂചക പദവി ലഭിച്ച പഴനി ക്ഷേത്രത്തിലെ പ്രസാദം? ഭൗമസൂചക പദവി ലഭിച്ച പഴനി ക്ഷേത്രത്തിലെ പ്രസാദം ഏതാണ്? പഞ്ചാമൃതം. അടുത്തിടെ ഭൗമസൂചക പദവി ലഭിച്ച പഴനി ക്ഷേത്രത്തിലെ പ്രസാദമാണ് പഞ്ചാമൃതം. ആമസോണിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്ന നഗരം? ആമസോണിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്നത് ഏത് നഗരത്തിലാണ്? മുസി നദിയുടെ തീരത്താണ് ഈ നഗരം. ഏത് നഗരം അപ്പം? ഹൈദരാബാദിൻ്റെ കേട്ടോ. ആമസോണിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്നത് എവിടെയാ? ഹൈദരാബാദിലാണ്. ഹൈദരാബാദ്. 2020 മിസ് കേരള ആരായിരുന്നു? 2020 മിസ് കേരള എറിസ് ലിസ് ജോൺ ആണ്. എറിസ് ലിസ് ജോൺ. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം? സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് തായ്വാനാണ്. തായ്വാൻ. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കി ആദ്യത്തെ ഏഷ്യൻ രാജ്യം തായ്വാൻ.
ഗർഭകാല പരിചരണവും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഗർഭകാല പരിചരണവും വരും, പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടി കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ത്? രാരീരം. എന്നതാണ്? രാരീരം. ഗർഭകാല പരിചരണവും അതുപോലെ തന്നെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതി രാരീരം. ഗോവ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ മലയാളി. ഗോവ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ മലയാളിയാണ് ഡോക്ടർ ഹരിലാൽ ബി മേനോൻ. ഡോക്ടർ ഹരിലാൽ ബി മേനോൻ. ഗോവ സർവകലാശാലയുടെ VC ആയത് ഏത് മലയാളിയാ? ഡോക്ടർ ഹരിലാൽ ബി മേനോനാണ്. കേരളത്തിലെ ആദ്യത്തെ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നത് എവിടെയാ? പട്ടാമ്പിയിലാണ്. പട്ടാമ്പി. ഭൂമി സംബന്ധമായ യൂണിക് തണ്ടപ്പേർ നമ്പറിനെ ആധാറുമായി ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം. ഭൂമി സംബന്ധമായ യുണീക്ക് തണ്ടപ്പേർ നമ്പറിനെ യുണീക്ക് തണ്ടപ്പേർ നമ്പറിനെ ആധാറുമായി ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് ആൻസർ വരുന്നത്. ഭൂമി സംബന്ധമായ യുണീക്ക് തണ്ടപ്പേർ നമ്പറിനെ ആധാറുമായി ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കിഴക്കൻ ചൈന കടലിലെ സെൻകാഗു ദ്വീപുമായി ബന്ധപ്പെട്ട് ചൈനയും ഏത് രാജ്യവുമായിട്ടാണ് തർക്കം? കിഴക്കൻ ചൈന കടലിലെ സെൻകാഗു ദ്വീപുമായി ബന്ധപ്പെട്ട് ചൈനയും ജപ്പാനുമായിട്ടാണ് കേട്ടോ. ജസ്റ്റ് അറിഞ്ഞാൽ മതി. കിഴക്കൻ ചൈന കടലിലെ സെൻകാഗു ദ്വീപുമായി ബന്ധപ്പെട്ട് ചൈനയും ജപ്പാനുമായിട്ടാണ് തർക്കം നിലനിൽക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, കേരളത്തിലെ ആദ്യത്തെ ഓങ്കോളജി പാർക്ക് എവിടാ? കേരളത്തിലെ ആദ്യത്തെ ഓങ്കോളജി പാർക്ക് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ ഓങ്കോളജി പാർക്ക് നിലവിൽ വരുന്നത് എവിടാണ്? ആലപ്പുഴയിലാണ്. ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഓങ്കോളജി പാർക്ക് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. ലഡാക്കിലെ ആദ്യത്തെ ലഫ്റ്റനൻ്റ് ഗവർണർ ആരാണ്? ലഡാക്കിലെ ആദ്യത്തെ ലഫ്റ്റനൻ്റ് ഗവർണർ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികാരിയാണ് ലഫ്റ്റനൻ്റ് ഗവർണർ. ഇപ്പോൾ ലഡാക്കിലെ ആദ്യത്തെ ലഫ്റ്റനൻ്റ് ഗവർണർ ആരാണ്? രാധാകൃഷ്ണ മാത്തൂരാണ്. RK മാത്തൂർ. രാധാകൃഷ്ണ മാത്തൂരാണ്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്കായുള്ള പെൻഷൻ പദ്ധതിയുടെ പേരെന്താണ്? എന്താ പേര്? കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്കായുള്ള പെൻഷൻ പദ്ധതി എന്താ? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ബാധിച്ചവർക്ക് എന്ത് കൊടുത്തു? സ്നേഹസാന്ത്വനം കൊടുത്തു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്കായുള്ള പെൻഷൻ പദ്ധതിയുടെ പേരെന്താണ്? മാറിപ്പോവരുത്. സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം. 2021 സെപ്റ്റംബറിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 20ാമത് ഉച്ചകോടിക്ക് വേദിയായത്. 2021 സെപ്റ്റംബറിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 20ാമത് ഉച്ചകോടിക്ക് വേദിയായത് ദുഷാൻബെയാണ്. ദുഷാൻബെ. 2021 സെപ്റ്റംബറിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 20ാമത് ഉച്ചകോടിക്ക് വേദിയായത് ദുഷാൻബെ, തജക്കിസ്ഥാനാണ്. ഓക്കെ. 2021 സെപ്റ്റംബറിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ എത്രാമത് ഉച്ചകോടിക്ക് വേദിയായതാണ് ദുഷാൻബെ? 20ാമത്. തജക്കിസ്ഥാൻ. ഇനി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടാ? ഇതിൻ്റെ ആസ്ഥാനം ബെയ്ജിങ്ങിലാണ്. 2001 രൂപം കൊള്ളുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ബെയ്ജിംഗ് ആണ്. ഏത് സംസ്ഥാനത്താണ് റെയിൽവേ ട്രാക്കിന് മുകളിൽ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിച്ചത്? ഏത് സംസ്ഥാനത്താണ് റെയിൽവേ ട്രാക്കിന് മുകളിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ വന്നത്? എവിടെ? ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹ പരമ്പരയാണ് ഗാവോഫെൻ? ഗാവോഫെൻ. ചൈന.
ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹ പരമ്പരയാണ് ഗാവോഫൻ? ചൈന. ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ നിയമനിബന്ധനകൾ പുറപ്പെടുവിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ നിയമനിബന്ധനകൾ പുറപ്പെടുവിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ് ആൻസർ. ബ്രിട്ടനാണ്. വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയത് സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ. വിജയ ബാങ്കില്ലേ, വിജയ ബാങ്ക് ഏത് പൊതുമേഖലാ ബാങ്കിലാണ് ലയിച്ചത്? വിജയ ബാങ്ക് ഏത് പൊതുമേഖലാ ബാങ്കിലാണ് ലയിച്ചത്? വിജയ ബാങ്ക് ഏത് പൊതുമേഖലാ ബാങ്കിലാണ് ലയിച്ചത്? ബാങ്ക് ഓഫ് ബറോഡയിലാണ്. ബാങ്ക് ഓഫ് ബറോഡ. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതിയാണ് ധ്വനി. 2021 2020 ലോകകപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഉപദേശകൻ ആരായിരുന്നു? 2021 2020 ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൻ്റെ ഉപദേശകൻ MS ധോണിയാണ്. MS ധോണി. വഴിയോരങ്ങളിൽ വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ, വഴിയോരങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കത്തില്ലേ, അതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരു പരിശോധന നടത്തി. അതിൻ്റെ പേരെന്താ? വഴിയോരങ്ങളിൽ വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ദം. എന്താണ്? ഓപ്പറേഷൻ ദം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് മ്യൂസിയം നിലവിൽ വന്നത് എവിടാ? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് മ്യൂസിയം നിലവിൽ വന്നത് എവിടാ? ഞാനൊരു കാര്യം ചോദിക്കാം. ആമസോണിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്ന എവിടാന്ന് നമ്മൾ ആദ്യം പഠിച്ചല്ലോ. ആമസോണിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്നത് ഹൈദരാബാദ് എന്ന് പഠിച്ചു അല്ലേ? ഇനി നോക്കി, ഇതിൻ്റെ ആൻസറും അത് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് മ്യൂസിയം നിലവിൽ വന്നതും ഹൈദരാബാദിൽ തന്നെയാണ്. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി നോക്കിയേ. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമം സംരക്ഷണം ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും സഹജീവനം. എന്നതാണ്? സഹജീവനം. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി എന്താന്ന് പറഞ്ഞേ? സഹജീവനം. സഹജീവനം. തടവുകാരെ സർവൈലൻസ് ബ്രേസ്ലെറ്റ് ധരിച്ച് കുടുംബത്തോടൊപ്പം കഴിയാൻ അനുവദിക്കാൻ തീരുമാനിച്ചൊരു രാജ്യമുണ്ട്. തടവുകാരെ സർവൈലൻസ് ബ്രേസ്ലെറ്റ് ധരിപ്പിച്ചിട്ട് കുടുംബത്തോടൊപ്പം കഴിയാൻ അനുവദിച്ചു. അങ്ങനെ തീരുമാനിച്ചൊരു രാജ്യം, അനുവദിക്കാൻ തീരുമാനിച്ചു. അത് കുവൈറ്റാണ്. കുവൈറ്റ്. ബീഹാർ സർക്കാർ സ്പോർട്സ് സർവകലാശാല നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഏത് സ്ഥലത്താണ്? ബീഹാർ ഗവൺമെൻറ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിർമ്മിക്കാൻ തീരുമാനിച്ചു. എവിടെ? രാജ്ഗിറിൽ. രാജ്ഗിറിൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. വനിതകൾക്ക് വിവിധ മേഖലകളിൽ ട്രെയിനിങ് നൽകുന്നതിനായി ആത്മനിർഭർ ഭാരത് ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വന്ന നഗരം ഏതാണ്? വനിതകൾക്ക് വിവിധ മേഖലകളിൽ ട്രെയിനിങ് നൽകുന്നതിനായി ആത്മനിർഭർ ഭാരത് ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വന്ന നഗരമാണ് ഇൻഡോർ. അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? അന്യസംസ്ഥാന ബംഗാളിൽ നിന്നൊക്കെ വന്ന് പണിയെടുക്കുന്നവർ, അവരുടെ ഇടയിൽ പകർച്ചവ്യാധി തടയാൻ വേണ്ടിയിട്ട് ജാഗ്രത എന്ന് പറഞ്ഞ പദ്ധതിയാണ്. ജാഗ്രത. സാങ്കേതിക പരിശീലനം നേടാത്ത 4 സാധാരണക്കാരെ ബഹിരാകാശത്തെത്തിച്ച സ്പേസ് എക്സിൻ്റെ ദൗത്യം ഇൻസ്പിരേഷൻ 4. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വന്ന ചോദ്യമാണിത്. ഇൻസ്പിരേഷൻ 4. സാങ്കേതിക പരിശീലനം നേടാത്ത 4 സാധാരണക്കാരെ ബഹിരാകാശത്തെത്തിച്ച സ്പേസ് എക്സിൻ്റെ ദൗത്യമാണ് ഇൻസ്പിരേഷൻ 4. ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട
ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഗ്രേറ്റ തുൻബെർഗ്. ഗ്രേറ്റ തുൻബെർഗ് 2019. 2019 9ാമത് സാർക്ക് ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി. 2019 9ാമത് സാർക്ക് ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ്? ശ്രീലങ്കയാണ്. 2019 9ാമത് സാർക്ക് ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി ശ്രീലങ്ക. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി. പകർച്ചവ്യാധികൾ തടയാൻ നമ്മൾ ഏതാ പഠിച്ചേ? പകർച്ചവ്യാധികൾ തടയാനായിട്ട് ജാഗ്രതയാണ്. ഇവിടെ ഒരു ചികിത്സാ പദ്ധതി ഉണ്ട് ഇവർക്ക് തന്നെ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ചികിത്സാ സഹായ പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചു. അതാണ് ആവാസ്. ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. പകർച്ചവ്യാധി തടയാനായിട്ട് ജാഗ്രത. ഓക്കെ. ആസാമിലെ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? ആസാമിലെ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? ലവ്ലിന ബോർഗോഹെയ്ൻ ആണ് ആസാമിലെ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ലവ്ലിന ബോർഗോഹെയ്ൻ. ബ്രിക്സ് രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും 2021 മീറ്റിങ്ങിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ബ്രിക്സ് രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും 2021 മീറ്റിങ്ങിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അത് നമ്മുടെ ഇന്ത്യയാണ്. കേരളത്തിലെ പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടം നേടിയത് നടുഭാഗം ചുണ്ടൻ. ട്രാൻസ്ജെൻഡർമാരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് സേനയിൽ ഛത്തീസ്ഗഡാണ് ഉൾപ്പെടുത്തിയത്. ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയത് ഏത് സംസ്ഥാനമാണ്? ഛത്തീസ്ഗഡ്. യുവാക്കൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ 3 വർഷത്തെ ഹ്രസ്വകാല സേവനത്തിന് അവസരമൊരുക്കുന്ന ഇന്ത്യൻ ആർമിയുടെ ഒരു പദ്ധതിയുണ്ട്. യുവാക്കൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ എത്ര വർഷം? 3 വർഷത്തെ ഹ്രസ്വകാല സേവനത്തിന് അവസരമൊരുക്കാനായിട്ട് ഇന്ത്യൻ ആർമി ആരംഭിക്കുന്ന പദ്ധതിയാണ് ടൂർ ഓഫ് ഡ്യൂട്ടി. 2021 സെപ്റ്റംബറിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് 2021 സെപ്റ്റംബറിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അവീക് കുമാർ സർക്കാർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള എയർ പ്യൂരിഫിക്കേഷൻ ടവർ സ്ഥാപിച്ചത് എവിടാണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള എയർ പ്യൂരിഫിക്കേഷൻ ടവർ സ്ഥാപിച്ചത് എവിടാണ്? അത് ഛത്തീസ്ഗഡിലാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയതും ഛത്തീസ്ഗഡാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള എയർ പ്യൂരിഫിക്കേഷൻ ടവർ സ്ഥാപിച്ചതും അതും ഛത്തീസ്ഗഡിൽ തന്നെയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ. കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ഏതാ? കമ്മ്യൂണിറ്റി റേഡിയോ കുട്ടനാട് FM 90.0. കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ കുട്ടനാട് FM 90.0. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഏതാ? അറിയാവുന്നവരോർത്തെടുത്തേ. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഏതാ? തുരുത്തിക്കര. എന്നാണ്? തുരുത്തിക്കര. ടൈം മാഗസിൻ 2021 സെപ്റ്റംബറിൽ തയ്യാറാക്കിയ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 2021 100 വ്യക്തികളുടെ പട്ടികയിൽ ശ്രീ നരേന്ദ്രമോദി, മമതാ ബാനർജി എന്നിവർക്കൊപ്പം ഇടം പിടിച്ച
സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ CEO. അപ്പോൾ ടൈം മാഗസിൻ 2021 സെപ്റ്റംബറിൽ തയ്യാറാക്കി ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 2021 100 വ്യക്തികളുടെ പട്ടിക. അതിൽ ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെട്ടിട്ടുണ്ട്, മമതാ ബാനർജി ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആര് വന്നു? സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ CEO ആയ അദാർ പൂനാവാല. ലോക നദികളുടെ ദിനം 2021 ആചരിച്ചത് സെപ്റ്റംബർ 26. ലോക നദികളുടെ ദിനം 2021 ആചരിച്ചത് സെപ്റ്റംബർ 26. കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യം ഏതായിരിക്കും? ഏതാ? UAE ആണ്. UAE. കോവിഡ് 2ാം തരംഗത്തിനൊപ്പം ഇന്ത്യയിൽ ഭീതി വിതച്ച മ്യൂക്കോർ മൈക്കോസിസ് ഫംഗസ് ഏത് പേരിൽ അറിയപ്പെട്ടു? കോവിഡ് 2ാം തരംഗത്തിനൊപ്പം ഇന്ത്യയിൽ ഭീതി വിതച്ച മ്യൂക്കോർ മൈക്കോസിസ് ഫംഗസ് ബാധ, അല്ലാതെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, ബ്ലാക്ക് ഫംഗസ് കേട്ടോ. ബ്ലാക്ക് ഫംഗസ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മ്യൂക്കോർ മൈക്കോസിസ് ഫംഗസ് ബാധ. അടുത്ത ക്വസ്റ്റ്യൻ ബ്ലാക്ക് ഫംഗസ് ആണ്. കോവിഡ് 2ാം തരംഗത്തിനൊപ്പം ഇന്ത്യയിൽ ഭീതി വിതച്ച മ്യൂക്കോർ മൈക്കോസിസ് ഫംഗസ് ബാധ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ബ്ലാക്ക് ഫംഗസ്. ലോക പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? ലോക പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി ആരാ? കാഞ്ചനമാല പാണ്ഡെ. ലോക പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? കാഞ്ചനമാല പാണ്ഡെ. ഐസ്ലൻഡിൽ സ്ഥാപിതമായ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റിൻ്റെ പേരെന്താ? ഐസ്ലൻഡിൽ സ്ഥാപിതമായ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റിൻ്റെ പേര് ഓർക്ക. ഐസ്ലൻഡിൽ സ്ഥാപിതമായ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റിൻ്റെ പേരെന്താ? ഓർക്ക കേട്ടോ, ഓർക്ക ആണ്. ഓർക്ക കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതിന് കണ്ണാടിയൊക്കെ കൊടുക്കുകയും നൽകുന്നൊരു പദ്ധതിയുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തും. സൗജന്യമായിട്ട് എന്തും കൊടുക്കും? കണ്ണടയും കൊടുക്കും. അപ്പോൾ ആ പദ്ധതിയുടെ പേരെന്താ? കണ്ണുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പം അത് മെഴിയാണ് പദ്ധതി. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യ കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതി മെഴി. ഒറ്റമരത്തണൽ ആരുടെ കൃതിയാ? ഒറ്റമരത്തണൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ആരുടെയാ? അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഒറ്റമരത്തണൽ. അറിയാലോ, 2021 വയലാർ അവാർഡ് നമ്മൾ ആദ്യം പഠിച്ചു. ബെന്യാമിൻ്റെ കൃതിയാണ് ഒറ്റമരത്തണൽ. 2020 ഏത് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് ഇന്ത്യ 1,00,000 പുസ്തകങ്ങൾ നൽകിയത്? ഇന്ത്യ 1,00,000 പുസ്തകങ്ങൾ കൊടുത്തു. ഏത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി? വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി 2020 കൊടുത്തത്. മഡഗാസ്കറിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. 2020 ഏത് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് ഇന്ത്യ 1,00,000 പുസ്തകങ്ങൾ നൽകിയത്? മഡഗാസ്കർ. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഈ രക്ഷാബന്ധൻ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായി ഈ രക്ഷാബന്ധൻ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ എന്ന പേര് ഈ രക്ഷാബന്ധൻ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി. ലഡാക്കിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാ? ലഡാക്കിൻ്റെ ഹിമപ്പുലിയാണ്. ലഡാക്കിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാ? ഹിമപ്പുലി. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് എന്ത്? റവന്യൂ മിത്രം. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ റവന്യൂ വകുപ്പിൻ്റെ പോർട്ടൽ റവന്യൂ മിത്രം. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മത്സ്യ വാക്സിൻ ഏതാണ്? ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചൊരു മത്സ്യ വാക്സിൻ ഉണ്ട്. ഏതാ ആദ്യത്തേത്? നോഡാവാക് ആണ്. നോഡാവാക് ആർ. പ്രകൃതി ദുരന്തം, ലഹള എന്നിവ കാരണം അതത് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് ലോസ്റ്റ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന ഏതാണ്? പ്രകൃതി ദുരന്തം, ലഹള എന്നിവ കാരണം അതത് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച്
ലോസ്റ്റ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന യൂണിസെഫാണ്. അപ്പോൾ പ്രകൃതി ദുരന്ത ലഹള എന്നിവ കാരണം എന്ത് സംഭവിച്ചു? അവനവൻ്റെ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് ലോസ്റ്റ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഏതാ? യൂണിസെഫാണ്. കുട്ടികളുടെ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടൊരു സംഘടനയാണ് യൂണിസെഫ്. കേരളത്തിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് സ്ഥാപിതമായത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് സ്ഥാപിതമായത് കഞ്ചിക്കോട്, പാലക്കാടാണ്. അക്കാദമിക മികവിനൊപ്പം കുട്ടികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഒന്നുകൂടെ വായിക്കാം. അക്കാദമിക മികവ് വേണം, വിദ്യാഭ്യാസം പഠിക്കുന്നതിൽ മികവ്, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? സഹിതം പദ്ധതി. അടുത്തത് സഹിതമാണ്. അക്കാദമിക മികവിനൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? സഹിതം. മാറിപ്പോകരുത്. ഇതെല്ലാം ഈ പദ്ധതികളെല്ലാം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതാണോ ഇതാണോ എന്ന് കൺഫ്യൂഷൻ വരും. അത് ഉറപ്പിച്ച് തന്നെ പഠിച്ചോണം കേട്ടോ. പ്രമേഹജന്യമായ നേത്രരോഗങ്ങളുടെ ചികിത്സയ്ക്ക്, പ്രമേഹജന്യമായ നേത്രരോഗം, ഷുഗർ വരുമ്പോൾ തന്നെ കണ്ണിൻ്റെ കാഴ്ച മങ്ങും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരത്തില്ലേ? അപ്പോൾ ആ ചികിത്സാ സഹായം, പ്രമേഹജന്യമായ നേത്രരോഗങ്ങളുടെ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതി എന്താ? നയനാമൃതം കേട്ടോ. പ്രമേഹജന്യമായ നേത്രരോഗങ്ങളുടെ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന സർക്കാർ പദ്ധതി നയനാമൃതം. തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയുടെ പ്രഥമ എമിരറ്റസ് പ്രൊഫസർ MT വാസുദേവൻ നായരാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയുടെ പ്രഥമ എമിരറ്റസ് പ്രൊഫസറാണ് MT വാസുദേവൻ നായർ. ആപ്തപ്രബന്ധൻ പുരസ്കാരം ഏത് ദേശീയ നേതാവിൻ്റെ സ്മരണാർത്ഥം നൽകുന്നതാണ്? ആപ്തപ്രബന്ധൻ പുരസ്കാരം നേതാജിയുടെയാണ് കേട്ടോ. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്മരണാർത്ഥം ആപ്തപ്രബന്ധൻ പുരസ്കാരം. കേന്ദ്ര സർക്കാർ നിയോഗിച്ച DD മായി കമ്മീഷൻ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടതല്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കമ്മീഷനായിരുന്നു. കേന്ദ്ര സർക്കാർ നിയോഗിച്ച DD മായി കമ്മീഷൻ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം? ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ചത് ഇൻഡോറിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം ഇൻഡോർ. വാഴനാരിൽ നിന്നും സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്ത ഡൽഹി IIT സംരംഭം എന്താണ്? വാഴനാരിൽ നിന്നും സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്ത ഡൽഹി IIT സംരംഭം സാൻഫി ആണ്. സാൻഫി. ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ PR ശ്രീജേഷിൻ്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് എവിടെയാണ്? PR ശ്രീജേഷിൻ്റെ പേരിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്ന എവിടാ? കുന്നത്തുനാട്. ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ PR ശ്രീജേഷിൻ്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് എവിടെയാ? കുന്നത്ത് നാടാണ്. കേരളത്തിലെ ആദ്യത്തെ എസ്കലേറ്റർ കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടാണ്? കേരളത്തിലെ ആദ്യത്തെ എസ്കലേറ്റഡ് കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജ് കോഴിക്കോടാണ് നിലവിൽ വന്നത്. കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം? കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലമാണ് കലൂര്. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം കലൂരാണ്. ദേശീയ ജനസംഖ്യാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഏതു വർഷമാണ് ചൈനീസ് ജനസംഖ്യയെ മറികടന്ന് ഒന്നാമതെത്തുക? ദേശീയ ജനസംഖ്യാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഇപ്പോൾ 2ാം സ്ഥാനമല്ലേ? ഏത് വർഷമാണ് ചൈനീസ് ജനസംഖ്യയെ മറികടന്ന് ഒന്നാമതെത്തുന്നത്? അത് 2031 കേട്ടോ.
2031 കേരള പോലീസിൻ്റെ ആദ്യത്തെ ബൈസൈക്കിൾ പട്രോളിംഗ് ആരംഭിച്ച ജില്ല. കേരള പോലീസിൻ്റെ ആദ്യത്തെ ബൈസൈക്കിൾ പെട്രോളിംഗ് ആരംഭിച്ചു ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലാണ്. ജന്മനാ ഹൃദയ സംബന്ധമായ രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കാൻ ഒരു സർക്കാർ പദ്ധതിയുണ്ട്. ജന്മനാ ഹൃദയ സംബന്ധമായ രോഗമുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ്. സർക്കാരിൻ്റെ പദ്ധതി എന്താ? ഹൃദ്യം പദ്ധതിയാണ്. ഹൃദ്യം പദ്ധതി. ഭഗവത്ഗീത ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച ഇന്ത്യൻ ഉപഗ്രഹം ഏതാ? ഭഗവത്ഗീതയെ ആദ്യമായിട്ട് ഇന്ത്യൻ ബഹിരാകാശത്തെത്തിച്ച ഇന്ത്യൻ ഉപഗ്രഹമാണ് SD-SAT. എന്താണ്? SD-SAT. അപ്പം നമ്മൾ 300ാമത്തെ ക്വസ്റ്റ്യൻ വരെ ആയിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുക. ബാക്കി ഞാൻ എത്രയും പെട്ടെന്ന് തരാവേ. താങ്ക് യു.